Hello friends, I am Thulasi. Welcome to fourth dimension. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്പീഡും വെലോസിറ്റിയും അതിൻ്റെ കുറേ ക്യാരക്ടേഴ്സും ഒക്കെ നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആക്സലറേഷനാണ്. ആക്സലറേഷൻ ഒരു ഓബ്ജക്റ്റിൻ്റെ ആക്സലറേഷനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മോഷനിൽ നമ്മൾ കാണുന്ന ഒരു പ്രത്യേകത, ഈ ഓബ്ജക്റ്റുകളുടെ വെലോസിറ്റി ചില സമയം കൂടാറുണ്ട് അല്ലേ, ഇൻക്രീസ് ചെയ്യുന്നു. ചില സമയത്ത് എന്തായിരിക്കും ആ വെലോസിറ്റി ഡിക്രീസ് ചെയ്യാം. ഇപ്പം നമ്മളൊരു കാറിൽ ട്രാവൽ ചെയ്യാൻ പോകണമെന്ന് വിചാരിക്കും. ആ കാർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എൻ്റെ വെലോസിറ്റി എത്രയായിരിക്കും? 0 ആയിരിക്കും. ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഗ്രാഡുവലായിട്ട് അതിൻ്റെ വെലോസിറ്റി കൂടി ഒരു വാല്യൂവിലേക്ക് എത്തും. സപ്പോസ് ദാറ്റ് വാല്യൂ 60 കിലോമീറ്റർ. അപ്പോൾ 0 വെലോസിറ്റി എത്രയിലേക്ക് ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുക? ഇറ്റ് ഈസ് ഇൻക്രീസ് ടു 60 കിലോമീറ്റർ പെർ അവർ. ഇങ്ങനെ ചേഞ്ച് ചെയ്യും. അപ്പോൾ അവിടെ നമ്മൾ കാണുന്നത് വെലോസിറ്റിയിലൊരു ഇൻക്രീസ് ആണ് ആ ഒബ്ജക്റ്റിന് ഉണ്ടാകുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഈ കാറിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഒരാൾ ഇങ്ങനെ റോഡ് ക്രോസ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ബ്രേക്ക് അപ്ലൈ ചെയ്യും. അപ്പോൾ വെലോസിറ്റി കുറയില്ലേ? ആ വെലോസിറ്റി അപ്പോൾ എത്ര ചെയ്യുന്നതായിട്ട് കാണാം നമുക്ക്. വി ക്യാൻ സി ദ വെലോസിറ്റി ഡിക്രീസസ് ഫ്രം 60 to 0 വാല്യൂവിലേക്ക് വരാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വാല്യൂവിലേക്ക് അത് റെഡ്യൂസ് ചെയ്യുന്നതായിട്ട് കാണാം അല്ലേ. അപ്പം അങ്ങനെ മൊമെൻറ്റ്സുകൾ നമ്മൾ പലപ്പോഴും മോഷനിൽ കാണാറുണ്ട്. വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുന്ന മൊമെൻ്റ് ഉണ്ടാകും, വെലോസിറ്റി ഡിക്രീസ് ചെയ്യുന്ന മൊമെൻ്റ് ഉണ്ടാകും അല്ലേ. ഇതിനെയൊക്കെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു ക്വാണ്ടിറ്റി വേണ്ടേ? ആ ക്വാണ്ടിറ്റിയാണ് ദാറ്റ് ഈസ് കോൾഡ് ആക്സലറേഷൻ. അപ്പോൾ ഒരു ബോഡിക്ക് ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തായിരിക്കും? അതിൻ്റെ വെലോസിറ്റി ഒന്നെങ്കിൽ ഇൻക്രീസ് ചെയ്യുന്നു, അല്ലെങ്കിൽ വെലോസിറ്റി ഡിക്രീസ് ചെയ്യുന്നു. ഇനി ഈ ആക്സലറേഷൻ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ആണ്. അതിലൊന്ന് ആവറേജ് ആക്സലറേഷൻ, ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഇൻസ്റ്റന്റേനിയസ് ആക്സലറേഷൻ. ഇനി നമുക്കിതിനെക്കുറിച്ച് വൺ ബൈ വൺ ആയിട്ട് പഠിക്കാം. വാട്ട് ഈസ് ആവറേജ് ആക്സലറേഷൻ, വാട്ട് ഈസ് ഇൻസ്റ്റന്റേനിയസ് ആക്സലറേഷൻ. ഫസ്റ്റ് വി ആർ ഗോയിങ് ടു സ്റ്റഡി average acceleration, and for studying the average acceleration we are considering the motion of a body along a straight line, so that at a time t1 the velocity of the body is v1, and at a time t2 the velocity of the body is v2. Then what is the change in velocity of the body during the time t2 minus t1? അപ്പോൾ നമുക്കിവിടെ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറഞ്ഞ എത്ര? ചേഞ്ച് ഇൻ വെലോസിറ്റി is equal to final velocity minus initial velocity, that is v2 minus v1. And what is the time interval? Time interval is equal to t2 minus t1. Then average acceleration is defined as the total change in velocity divided by the time interval, or it can be defined as a time rate of change of velocity. അപ്പോൾ നമുക്ക് ആവറേജ് ആക്സലറേഷൻ നമുക്ക് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ആവറേജ് നമുക്ക് എടുക്കാമല്ലോ. അത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം ഇൻ്റർവെൽ. ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡ് ബൈ ടൈം ഇൻ്റർവെൽ ഈക്വൽ ടു v2 minus v1 divided by t2 minus t1, and the change in velocity can be taken as delta v, and the change in time is delta t. So delta v by delta t is a total change in velocity divided by total time interval, and using this formula we can find out the average acceleration. Now we are going to different cases, and the first case is that the body has final velocity greater than initial velocity. അങ്ങനെ വരാമല്ലോ. ഒരു ബോഡി ആക്സലറേറ്റ് ആണെങ്കിൽ ഫൈനൽ വെലോസിറ്റി എപ്പോഴും കൂടുതലും ഇനീഷ്യൽ വെലോസിറ്റി കുറയും. എന്ന് പറഞ്ഞാൽ ഒരു ബോഡിയുടെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇനീഷ്യൽ വെലോസിറ്റിയെക്കാളും കൂടുതൽ എപ്പോഴും ഫൈനൽ വെലോസിറ്റി ആയിരിക്കും. അതുകൊണ്ട് v2 ഗ്രേറ്റർ ദാൻ v1 ആണെങ്കിൽ വാട്ട് അബൌട്ട് ദ നേച്ചർ ഓഫ് ആവറേജ് ആക്സലറേഷൻ? ആവറേജ് ആക്സലറേഷൻ a bar is equal to, ഇവിടെ നമ്മൾ v2 ഗ്രേറ്റർ v1 സ്മോളർ അല്ലേ, സോ a bar ഈസ് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ആക്സലറേഷൻ എന്താകാം? പോസിറ്റീവ് ആകാം. അത് വെലോസിറ്റി ഇനിഷ്യൽ വെലോസിറ്റിയേക്കാൾ കൂടുതൽ ഫൈനൽ വെലോസിറ്റി വന്നാൽ ദ ആക്സലറേഷൻ മേ ബി പോസിറ്റീവ്. ഇൻ ദ സെക്കൻഡ് കേസ് വി ആർ ടേക്കിംഗ് v1 ഗ്രേറ്റർ ദാൻ v2. ഇതെപ്പോഴാണ് ഉണ്ടാകുന്നത്? ഇനിഷ്യൽ വെലോസിറ്റി കൂടുതലും ഫൈനൽ വെലോസിറ്റി കുറവും വരുന്നത് ആ ബോഡിയുടെ വെലോസിറ്റി ഡിക്രീസ് ചെയ്യുമ്പോഴാണ്. ശരിയല്ലേ? അപ്പം ഇനിഷ്യൽ വെലോസിറ്റി ഗ്രേറ്ററും ഫൈനൽ വെലോസിറ്റി സ്മോളറും ആണെങ്കിൽ ആക്സലറേഷൻ്റെ ഫോർമുല വെച്ചിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ v2 minus v1 by t2 minus t1 എടുത്താൽ v1
greater alle, v2 smaller alle. So the acceleration becomes negative. And this negative acceleration is called retardation. Acceleration negative side vanna ine endu vilikam retardation, or it is called deceleration. This is the second case. And when you go to the third case, suppose v1 is equal to v2. Initial velocity and final velocity are equal. At the time, the average acceleration a bar becomes equal to v2 v1 equal ആണെങ്കിൽ subtract ചെയ്യുമ്പോൾ 0 എന്ന് കിട്ടത്തില്ല. അപ്പോൾ a bar becomes equal to 0 അല്ലേ? അപ്പോൾ acceleration 0 ആകാണ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ acceleration 0 ആകുന്ന സമയത്ത് ഒന്നുകിൽ ബോഡി എന്തിലായിരിക്കും? റെസ്റ്റിലായിരിക്കും, അല്ലെങ്കിലോ ദ ബോഡി ഈസ് ട്രാവലിംഗ് വിത്ത് എ കോൺസ്റ്റന്റ് വെലോസിറ്റി. അപ്പോൾ എപ്പോഴും വെലോസിറ്റി ഒരുപോലെ ആയതുകൊണ്ട് t1 സെക്കൻഡ്സ് എടുക്കുന്ന വെലോസിറ്റി v1ഉം t2 സെക്കൻഡ്സ് എടുക്കുന്ന വെലോസിറ്റി v2ഉം ഈക്വൽ ആയിരിക്കും അല്ലേ? ആ സമയത്ത് ആക്സലറേഷൻ 0 ആയിരിക്കും അല്ലേ? അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ദ ബോഡി ഈസ് എയ്തർ അറ്റ് ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ ഇറ്റ് ഈസ് ട്രാവലിംഗ് വിത്ത് എ കോൺസ്റ്റന്റ് വെലോസിറ്റി. ഓക്കെ, ഇനി ഈ ആക്സലറേഷൻ നമ്മൾ മെഷർ ചെയ്യുന്ന യൂണിറ്റ് എന്താണ്? ആക്സലറേഷൻ നമ്മൾ സാധാരണ മെഷർ ചെയ്യുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മെഷർഡ് ഇൻ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർഡ്. മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർഡ് ആണ് സാധാരണ അതിൻ്റെ യൂണിറ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആക്സലറേഷൻ്റെ. അതുപോലെ തന്നെ ഡയമെൻഷൻ എടുത്തു കഴിഞ്ഞാൽ ഡയമെൻഷൻ ഈസ് LT⁻². LT⁻². നെക്സ്റ്റ് ഈസ് ആവറേജ് ആക്സലറേഷൻ ഫ്രം വെലോസിറ്റി ടൈം ഗ്രാഫ്. അത് നമ്മൾ VT ഗ്രാഫ് എന്ന് കൊടുത്തേക്കും. ഈ ഫിഗറിനകത്ത് നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്തിരിക്കുന്ന വെലോസിറ്റി അഗൻസ്റ്റ് ടൈമാണ്. ഒരു ബോഡിയുടെ സമയം അനുസരിച്ച് വെലോസിറ്റി എങ്ങനെ മാറുന്നു എന്ന് കാണിക്കുന്ന ഒരു ഗ്രാഫാണ് ഈ കർവ്ഡായിട്ടുള്ള ഗ്രാഫ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ആൻഡ് സപ്പോസ് യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ആവറേജ് വെലോസിറ്റി ഓഫ് ദ ഒബ്ജക്റ്റ് ഇൻ ബിറ്റ്വീൻ P ആൻഡ് Q. പിയിലെത്തുന്ന ഇൻസ്റ്റന്റ് ഉണ്ട്, ബോഡി Qയിലെത്തുന്ന ഇൻസ്റ്റന്റ്. ഈ രണ്ട് ഇൻസ്റ്റന്റ് ഇടയ്ക്കായിട്ടുള്ള അതിൻ്റെ ആവറേജ് വെലോസിറ്റി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ? അപ്പം അതിനുവേണ്ടി നമ്മൾ അറിയേണ്ടത് Pക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ടൈം എത്രയാണെന്ന് നോക്കുക, T1. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ഉള്ള വെലോസിറ്റി എത്രയായിരിക്കും? v1 അല്ലേ? ക്യൂവിൽ പാർട്ടിക്കിൾ അല്ലെങ്കിൽ ഓബ്ജക്റ്റ് എത്തുന്ന സമയത്തുള്ള ടൈം t2 ആയിരിക്കും. അതിൻ്റെ കറസ്പോണ്ടിങ് വെലോസിറ്റി v2 ആയിട്ട് എടുക്കുകയാണെങ്കിൽ ദ ആവറേജ് ആക്സലറേഷൻ ബിറ്റ്വീൻ P ആൻഡ് Q നമുക്ക് എടുക്കാം അല്ലേ? ആവറേജ് ആക്സലറേഷൻ ബിറ്റ്വീൻ P ആൻഡ് Q, A average is equal to total change in velocity by time interval എന്നല്ലേ? A average is equal to change in velocity divided by time interval, that is A bar is equal to v2 minus v1 divided by t2 minus t1. v2 minus v1 which is the change in y coordinate ആണ്. y ആക്സിൽ വന്ന ക്വാണ്ടിറ്റി വെലോസിറ്റി അല്ലേ? അപ്പോൾ y കോർഡിനേറ്റിൻ്റെ ചേഞ്ച് ആണ് അവിടെ കിട്ടുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ y കോർഡിനേറ്റ് y ആക്സിൽ എന്താണെന്ന് എടുത്തേക്കുന്നത് അതിൻ്റെ ചേഞ്ച് ആണ്, ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ x കോർഡിനേറ്റ്. നമുക്ക് കിട്ടിയ ചേഞ്ച് ഇൻ y കോർഡിനേറ്റ് ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ s കോർഡിനേറ്റ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ദ സ്ലോപ്പ് ഓഫ് ദ ഗ്രാഫ് ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് ദ ഗ്രാഫ് ബിറ്റ്വീൻ P ആൻഡ് Q. അപ്പം നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കിയ പോയിന്റ് എന്താ? വെലോസിറ്റി ടൈം ഗ്രാഫിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് നമുക്ക് എന്ത് വരും? ദാറ്റ് ഗിവ്സ് ആവറേജ് ആക്സലറേഷൻ. നെക്സ്റ്റ് ഈസ് ഇൻസ്റ്റന്റേനിയസ് ആക്സലറേഷൻ. And for that you are taking the motion of an object along a straight line, that is say x-axis. ഇപ്പോൾ x-axis കൂടി ഒരു ബോഡി മൂവ് ചെയ്യുന്നതായിട്ട് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ആൻഡ് സപ്പോസ് യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ആക്സലറേഷൻ ഓഫ് ദ ബോഡി വൈൽ ഇറ്റ് റീച്ചിങ് ദ പോയിന്റ് P ആണെങ്കിൽ, അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ മോഷൻ്റെ നടക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഇൻസ്റ്റൻറ്റിലെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റ് എത്തുന്ന സമയത്തുള്ള ആക്സലറേഷൻ ആണ് നമുക്ക് വേണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഇൻസ്റ്റന്റേനിയസ് ആക്സലറേഷൻ ആയിരിക്കും. അപ്പം ഈ മോഷൻ നടക്കുന്ന സമയത്തുള്ള ഏതെങ്കിലും ഇൻസ്റ്റന്റ് ആക്സലറേഷൻ ആണ് എന്തറിയപ്പെടുന്നത്? ദാറ്റ് ഈസ് കോൾഡ് ഇൻസ്റ്റന്റേനിയസ് ആക്സലറേഷൻ. അപ്പം നമുക്കിവിടെ ഈ പിയിലെത്തുന്ന ഇൻസ്റ്റന്റ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആക്സലറേഷൻ വേണമെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് പിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു സ്മോൾ ടൈം ഇൻ്റർവൽ എടുക്കുക, Δt, ഇൻഫൈനൈറ്റ്ലി സ്മോൾ ടൈം ഇൻ്റർവൽ എടുക്കുക, അത്ര ചെറിയ ഒരു ടൈം ഇൻ്റർവൽ എടുക്കുക.
അപ്പോൾ പിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വേണം ഈ ടൈം ഇൻ്റർവൽ എടുക്കാൻ. അതിന് അത്രയും സമയത്തിനകം ഈ പിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എത്തുന്ന സമയത്തുള്ള ചേഞ്ച് ഇൻ വെലോസിറ്റി നമ്മൾ നോക്കുക, ഡെൽറ്റ വി. So, within a small interval of time, delta v is a change in velocity corresponding to the point P ആണെങ്കിൽ the instantaneous acceleration. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് instantaneous acceleration അതിന് A നമുക്ക് കൊടുക്കാം. A is equal to delta v divided by delta t. Here also it is change in velocity by time ആയിരിക്കും. പക്ഷേ ഇവിടെ എടുക്കുന്ന സമയം തീരെ ചെറിയ ഇൻഫൈനൈറ്റ്ലി സ്മോൾ ടൈം എന്നല്ലേ പറയുന്നത്. അപ്പോൾ തീരെ ചെറിയ സമയമായതുകൊണ്ട് ആ സമയം ചെറുതാണെന്ന് അറിയണം. അതുപോലെ തന്നെ വെലോസിറ്റിയും സ്മോൾ ആണെന്ന്, ചേഞ്ച് സ്മോൾ ആണെന്ന് തിരിച്ചറിയാൻ തൊട്ട് മുന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ലിമിറ്റ് കൊടുക്കും. ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് 0. നേരത്തെ നമ്മൾ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ഒക്കെ എടുത്ത പോലെ കാര്യം. അപ്പോൾ ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി and this is equal to dv divided by dt. This is instantaneous acceleration. That is acceleration at any instant of the motion of an object. That is called instantaneous acceleration. Okay. Next is characteristics of acceleration. And the first character എന്ന് പറയുന്നത് acceleration may be positive, നെഗറ്റീവ് ഓർ സീറോ. ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണല്ലോ. ഒരു ബോഡിയുടെ വെലോസിറ്റി അല്ല ഒരു ഓബ്ജക്റ്റിൻ്റെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ആക്സലറേഷൻ പോസിറ്റീവ് ആയിരിക്കും. അതേസമയം ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും. അതേസമയം റെസ്റ്റിലോ ഓർ ട്രാവലിംഗ് വിത്ത് എ കോൺസ്റ്റൻറ്റ് വെലോസിറ്റി ആണെങ്കിൽ യു ക്യാൻ സീ ദ ആക്സലറേഷൻ ഈസ് സീറോ. ദാറ്റ് ഈസ് ഫസ്റ്റ് ക്യാരക്ടർ ഓഫ് ആക്സലറേഷൻ. സെക്കൻഡ് ക്യാരക്ടർ എന്ന് പറയുന്നത് ആക്സലറേഷൻ ഈസ് a vector quantity. Acceleration ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. ഡയറക്ഷൻ എപ്പോഴും ചേഞ്ച് ഇൻ വെലോസിറ്റിയുടെ ഡയറക്ഷൻ ആയിരിക്കും. ആക്സലറേഷൻ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ചേഞ്ച് ഇൻ വെലോസിറ്റി. ആൻഡ് ദ തേർഡ് ക്യാരക്ടർ ഈസ് acceleration is produced due to change in magnitude of velocity, direction of velocity, or both. ഒരു ബോഡിക്ക് ആക്സലറേഷൻ ഉണ്ടാകണമെങ്കിൽ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് മാത്രം മാറിയാൽ മതി, ഡയറക്ഷൻ മാറണമെന്നില്ല. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്താലും ആക്സലറേഷൻ ഉണ്ടാകും. ഇനി മാഗ്നിറ്റ്യൂഡ് മാറാതെ ഡയറക്ഷൻ മാത്രമാണ് വെലോസിറ്റി മാറുന്നെങ്കിലും ആക്സലറേഷൻ വരും. രണ്ടും മാറിയാലും, അതായത് മാഗ്നിറ്റ്യൂഡ് ഡയറക്ഷനും മാറിയാലും ദാറ്റ് ഈസ് ആക്സലറേഷൻ. ദാറ്റ് ഈസ് എ തേർഡ് ക്യാരക്ടർ. ഇനി ഫോർത്ത് ക്യാരക്ടർ എന്ന് പറയുന്നത് വെലോസിറ്റി ആക്സലറേഷൻ മേ ബി uniform or non-uniform. രണ്ടും ആകാം. ആക്സലറേഷൻ എപ്പോഴാണ് യൂണിഫോം ആകുന്ന ചോദിച്ചു കഴിഞ്ഞാൽ when the velocity of the body changes by equal amounts in equal intervals of time. നമുക്കറിയാം ആക്സലറേഷൻ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡ് ബൈ ടൈം എന്നല്ലേ, അല്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ ഈക്വൽ ടൈമിൽ വെലോസിറ്റി ഈക്വൽ ആയിട്ട് ചേഞ്ച് ചെയ്താൽ ഡെൽറ്റ വിയും ഡെൽറ്റ ടി എപ്പോഴും ഒരുപോലെ വരുന്നത്. നമ്മൾ എപ്പോൾ എടുത്താലും ആ മോഷനകത്ത് ചേഞ്ച് ഇൻ വെലോസിറ്റിയും ടൈമും ഒരുപോലെ വന്നാൽ ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി എന്ന് പറയുന്ന റേഷ്യോ, അതായത് ആക്സലറേഷൻ എപ്പോഴും നമുക്ക് ഒരുപോലെയല്ലേ കിട്ടുള്ളൂ. അതുകൊണ്ട് ആക്സലറേഷൻ യൂണിഫോം ആണെങ്കിൽ പ്രത്യേകത എന്താ? വെലോസിറ്റി ചേഞ്ചസ് ബൈ ഈക്വൽ അമൗണ്ട്സ് ഇൻ ഈക്വൽ ഇൻ്റർവൽസ് ഓഫ് ടൈം. അതേസമയം ആക്സലറേഷൻ നോൺ യൂണിഫോം, അതായത് യൂണിഫോം അല്ല എങ്കിൽ അതിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? ഒന്നുകിൽ വെലോസിറ്റി ചേഞ്ചസ് ബൈ അൺഈക്വൽ അമൗണ്ട്സ് ഇൻ ഈക്വൽ ഇൻ്റർവൽസ് ഓഫ് ടൈം ആയിരിക്കും. ഡെൽറ്റ വി അൺഈക്വൽ ആകുക, ഒരുപോലെ അല്ല. ഡെൽറ്റ വി വരുന്ന പറഞ്ഞാൽ വെലോസിറ്റി വരുന്ന മാറ്റം വ്യത്യസ്തമായിരിക്കും. എങ്ങനെ? ഇൻ ഈക്വൽ ഇൻ്റർവൽസ് ഓഫ് ടൈം. ഇപ്പം ഡെൽറ്റ ടി സെയിം ആണെങ്കിൽ പോലും ഡെൽറ്റ വി മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ആക്സലറേഷൻ എല്ലാ സമയവും ഒരുപോലെ കിട്ടത്തില്ല, തിരിച്ചും ആകാം. അതായത് വെലോസിറ്റി ചേഞ്ചസ് ബൈ ഈക്വൽ അമൗണ്ട്സ് ഇൻ അൺഈക്വൽ ഇൻ്റർവൽസ് ഓഫ് ടൈം. അപ്പോൾ ഡെൽറ്റ വിയിലുള്ള മാറ്റം ഒരുപോലെ ആയിരിക്കും, ചേഞ്ച് ഇൻ വെലോസിറ്റി എപ്പോഴും ഒരുപോലെ ആയിരിക്കും. പക്ഷെ അതിനെടുക്കുന്ന സമയമോ ആ ഡെൽറ്റ ടി വ്യത്യസ്തമായിരിക്കും. ആ സമയത്തും ആക്സലറേഷൻ എന്താകാം? ദാറ്റ് ഈസ് നോൺ യൂണിഫോം. Okay.
Next, we are going to position diagram for പോസിറ്റീവ് നെഗറ്റീവ് ആൻഡ് സീറോ ആക്സലറേഷൻ. അതായത് പോസിറ്റീവ് ആക്സലറേഷൻ്റെ ബോഡിയെ കുറിച്ച് നമ്മൾ പഠിച്ചു, നെഗറ്റീവ് ആക്സലറേഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, സീറോ ആക്സലറേഷൻ, ഇതൊക്കെ ആക്സലറേഷന് പോസിബിലിറ്റി ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പോസിറ്റീവ് ആക്സലറേഷൻ, നെഗറ്റീവ് ആക്സലറേഷൻ ആൻഡ് സീറോ ആക്സലറേഷൻ. ഇപ്പോൾ ഈ പോസിറ്റീവ് ആക്സലറേഷൻ്റെ ബോഡിയുടെ സ്വഭാവം എന്താ? വെലോസിറ്റി കണ്ടിന്യൂസ്ലി ഇൻക്രീസസ്. അപ്പോൾ അതായത് ആദ്യത്തെ 1 സെക്കൻഡിൽ അതിന് എത്ര വെലോസിറ്റി ഉണ്ടോ അതിനേക്കാളും കൂടിയ വെലോസിറ്റി ആയിരിക്കും, അതിനേക്കാളും വെലോസിറ്റി കൂടും അടുത്ത ഒരു സെക്കൻഡിൽ. അടുത്ത സെക്കൻഡിൽ പിന്നെയും വെലോസിറ്റി കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഓരോ സെക്കൻഡ്സിലും വെലോസിറ്റി കൂടുകയാണെങ്കിൽ അത് ഓരോ സെക്കൻഡിൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്തായിരിക്കും? ഇൻക്രീസ് ചെയ്ത് വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് പ്രത്യേകത എന്തായിരിക്കും? അതിൻ്റെ ഗ്രാഫ് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഈ ഗ്രാഫിൻ്റെ പ്രത്യേകത ഇറ്റ് ഈസ് കർവ്ഡ് അപ്വേർഡ്സ്. ഈ ഗ്രാഫ് ഇങ്ങനെ കർവ്ഡായിട്ട് കണ്ടില്ലേ, അപ്വേർഡായിട്ട് നിൽക്കുന്നില്ല. ഈ ഗ്രാഫാണ് പോസിറ്റീവ് ആക്സലറേഷൻ ബോഡി റെപ്രസെൻറ്റ് ചെയ്ത ഗ്രാഫ് ഇതായിരിക്കും. Then what about the nature of a body with a negative acceleration or an object with a negative acceleration? വെലോസിറ്റി കണ്ടിന്യൂസ് ആയിട്ട് കുറയുകയാണ്. അപ്പോൾ ആദ്യത്തെ ഒരു സെക്കൻഡിൽ നമ്മൾ എത്ര വെലോസിറ്റി കാണുന്നോ അതിനേക്കാളും കുറവായിരിക്കും അടുത്ത 1 സെക്കൻഡിൽ ചേഞ്ച് ഇൻ വെലോസിറ്റി, അല്ലേ? അപ്പം അങ്ങനെ ഓരോ സെക്കൻഡ്സ് കഴിയുന്നതോറും ചേഞ്ച് ഇൻ വെലോസിറ്റി കുറഞ്ഞു വരികയല്ലേ. അപ്പോൾ അതുകൊണ്ട് ആ വെലോസിറ്റി അങ്ങനെ കുറയുന്നത് കൊണ്ട് വാട്ട് എവർ ദ ഡിസ്റ്റൻസ് കവേർഡ്, ആദ്യത്തെ 1 സെക്കൻഡിൽ അത് കവർ ചെയ്യുന്ന ഡിസ്റ്റൻസിനേക്കാളും കുറവായിരിക്കും അടുത്ത 1 സെക്കൻഡിൽ. അങ്ങനെ ഡിസ്റ്റൻസ് കുറഞ്ഞ് ഓരോ സെക്കൻഡിലും ട്രാവൽ ഡിസ്റ്റൻസ് കുറയുന്നത് കൊണ്ട് ഗ്രാഫ് ഈസ് കർവ്ഡ് ഡൗൺവേർഡ്. ഇതുപോലെ ഒരു താഴോട്ട് കർവേച്ചർ വരുന്ന ഗ്രാഫ് ആയിരിക്കും അതിനകത്തുണ്ടാകുക. വാട്ട് ഈസ് ദ ക്യാരക്ടർ ഓഫ് എ ബോഡി വിത്ത് സീറോ ആക്സലറേഷൻ? സീറോ ആക്സലറേഷന് പ്രത്യേകം ഒന്നേ റെസ്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ വെലോസിറ്റിക്ക് ചേഞ്ച് ഉണ്ടാകരുത്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകത എന്തായിരിക്കും? ആദ്യത്തെ 1 സെക്കൻഡിൽ എത്ര വെലോസിറ്റി നമ്മൾ ഒബ്സർവ് ചെയ്യുന്നുണ്ടോ വെലോസിറ്റി ചേഞ്ച് അവിടെ ഇല്ലല്ലോ. ആദ്യത്തെ ഒരു സെക്കൻഡ് എത്ര വെലോസിറ്റി, അടുത്ത 1 സെക്കൻഡും അതേ വെലോസിറ്റിയെ നമ്മൾ ഒബ്സർവ് ചെയ്ത് പോവാണ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ വെലോസിറ്റിക്ക് മാറ്റമില്ലല്ലോ, അവിടെ വെലോസിറ്റി ചേഞ്ച് ഇല്ല. അതുകൊണ്ടാണ് ആക്സലറേഷൻ സീറോ ആകുന്നത്. അപ്പോൾ വെലോസിറ്റിക്ക് മാറ്റമില്ലെങ്കിൽ പ്രത്യേകത എന്തായിരിക്കും? അതിൻ്റെ ഓരോ സെക്കൻഡ് കവർ ചെയ്ത ഡിസ്റ്റൻസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് ഗ്രാഫിൻ്റെ പ്രത്യേകത എന്താ? വെലോസിറ്റി ഗ്രാഫ് ഈസ് സ്ട്രെയിറ്റ് ലൈൻ സ്ലോപ്പിംഗ് അപ്വേർഡ്സ്.